ഈ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ വരുന്ന കുറേ വീഡിയോകൾ ഇതിനെക്കുറിച്ചായിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് എളുപ്പം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വീഡിയോകളും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് ടെക്നിക്കലായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ വീഡിയോകൾ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും പഠിക്കുന്ന രീതികളെക്കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക്സ് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ പഠിത്തം മെച്ചപ്പെടുത്താം എന്നതാണ്. നാളെ പരീക്ഷ, ചില ചാപ്റ്റേഴ്സ് നമുക്കൊന്നും അറിഞ്ഞിടാത്തൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടേ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉദാഹരണത്തിന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് വയ്ക്കാം. സോഷ്യലിസം ആൻഡ് റഷ്യൻ റെവല്യൂഷൻ, ഇതിനെക്കുറിച്ചൊരു 30 പേജുള്ള ഒരു ചാപ്റ്ററാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും അറിഞ്ഞൂടാ, ഒന്നും പഠിച്ചിട്ടില്ല. ഒരു വൈകുന്നേരം മാത്രമേ ഉള്ളൂ നമുക്കതിന് പ്രിപ്പയർ ചെയ്യാൻ. ഈ കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇത് മടിയന്മാർക്കും മടിച്ചികൾക്കുമുള്ള വീഡിയോ അല്ല, എല്ലാവർക്കുമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാതാപിതാക്കളോടും അധ്യാപകരോടും വേണമെങ്കിൽ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 0 കിട്ടുന്നതെങ്കിൽ ഈ വീഡിയോ കുറ്റം പറയരുത്. ഇത് പഠിക്കാതിരിക്കാനുള്ള ഒരു വഴിയായിട്ട് ഉപയോഗിക്കരുത്. ഓക്കെ, സോ ആദ്യമായിട്ട് ഇത് പഠിക്കണമെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ PDF ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആണ് അല്ലേ? നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പോലെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആ ചാപ്റ്റർ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ആ ചാപ്റ്റർ വന്നു കഴിഞ്ഞു. ഇതിൽ ഒരു 25 പേജ് ഉണ്ടെന്നിരിക്കട്ടെ. എങ്ങനെ വായിക്കും? എത്ര നേരം നമ്മളെടുത്ത് വായിക്കണം? വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല, ഉത്തരം എഴുതാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാമെന്നുള്ള വീഡിയോ ആണിത്. മനസ്സിലായി? അപ്പം ആ PDF ഡൗൺലോഡ് ചെയ്ത് ഇനി നമ്മൾ ChatGPT ഉപയോഗിക്കും. ChatGPT ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ ChatGPT 4 ആണ്. അത് പെയ്ഡ് വേർഷനാണ്. ഈ ChatGPTയുടെ അതേ കഴിവോടുകൂടിയുള്ള സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഇവിടെ ഞാൻ ആദ്യം ഈ PDF അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ChatGPTയോട് പറഞ്ഞു, പ്ലീസ് സമ്മറൈസ് ദിസ് ഡോക്യുമെൻറ്റ് ഇൻറ്റു 100 വേർഡ് ആർട്ടിക്കിൾ. 100 വാക്കുകളിൽ ഇതിനെ ചുരുക്കി ഒന്ന് തരിക. അപ്പോൾ ChatGPT തരുന്നു ഇതുപോലെ, അതൊരു 100 വാക്കിൽ ചുരുക്കി തരുന്നു. ഇത് വായിക്കുക. ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓവറോൾ ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റിനെ കുറിച്ചൊരു ചുരുങ്ങിയ ഒരു അറിവ് ലഭിക്കും. വേണമെങ്കിൽ 2 തവണ വായിക്കാം, 3 തവണ വായിക്കാം. ഇത് ക്ലിയർ ആണല്ലോ? ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ SQ3R ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണമെന്നുള്ള വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഉറപ്പായിട്ടും കാണുക. അതിൽ ആദ്യത്തെ സർവേ ആണ് ഈ 100 വാക്കിൽ ആ പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐഡിയ വന്നു. ഒന്നും അറിയാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ വന്നു. എന്നാലും ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് പറയാൻ തയ്യാറായിട്ടില്ല നമ്മൾ. അപ്പം നമ്മൾ ഇനി ChatGPT അടുത്ത് പറയുന്നു, ഈ ടോപ്പിക് ഉപയോഗിച്ച് എനിക്കൊരു 20 ചോദ്യവും അതിൻ്റെ ഉത്തരവും ഉണ്ടാക്കി തരിക. അതിൻ്റെ കൂടെ പറയാം, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുക. സോ ക്യാൻ യു കൺവേർട്ട് ദിസ് ഡോക്യുമെൻ്റ് ഇൻറ്റു 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതുപോലെ നമുക്ക് ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ലഭിക്കുന്നു. ഇത് വായിക്കുക. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഒരു കാര്യം പഠിക്കണമെങ്കിൽ അതിനെ ചോദ്യവും ഉത്തരവും ആക്കിയാൽ നമുക്ക് കൂടുതൽ എളുപ്പം നമുക്ക് പഠിക്കാൻ സാധിക്കും. വെറുതെ ഒരു ചാപ്റ്റർ വായിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഈ ചാപ്റ്ററിനെ വായിക്കുന്നു. വായിക്കുക, ഒരു പ്രാവശ്യം വായിക്കാം, 2 പ്രാവശ്യം വായിക്കാം. അപ്പോൾ ഇതിനൊരു 1/2-3/4 മണിക്കൂർ എടുത്തുനിന്നിരിക്കാം. വായിച്ചു കഴിഞ്ഞു, നമുക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ നല്ലൊരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞു. ശരിയാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മുടെ ChatGPT അടുത്ത് പറയുന്നു, ഈ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് ഒരു 20
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരിക. അതിൻ്റെ ശരിയായ ഉത്തരം അതിൻ്റെ കൂടെ തരരുത്, അതിൻ്റെ അവസാനം തരിക എന്ന്. സോ ക്യാൻ യു മേക്ക് 20 multiple choice questions based on this document? Please give the correct answers only at the end. അത് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ഇതിൻ്റെ ശരിയായ ഉത്തരം അവസാനമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പഠിക്കുമ്പം നമ്മുടെ കണ്ണ് ശരിയായ ഉത്തരത്തിൽ പോവുകയില്ല. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ശരിയായി മനസ്സിലായോ എന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ഓരോ ചോദ്യം വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ നോക്കുക. അറിയില്ലെങ്കിൽ ശരിയായിട്ടുള്ള കറക്റ്റ് ആൻസർ ചെക്ക് ചെയ്യുക. ഇത് നമുക്ക് 1-2 തവണ ആവർത്തിക്കുക. ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു ചാപ്റ്റർ, നാളെയാണ് പരീക്ഷ, നമ്മുടെ കയ്യിൽ 1-2 മണിക്കൂറേ ഉള്ളൂ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എബോവ് ആവറേജ് മാർക്സ് നമുക്ക് ലഭിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഞാൻ പറയേണ്ട ഒരു കാര്യം, ChatGPTക്ക് ചിലപ്പം തെറ്റ് സംഭവിക്കാം. അപ്പം നിങ്ങൾ തന്നെ ഈ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് സമയം ഉണ്ടെങ്കിൽ ഡോക്യുമെന്റിൽ നിന്ന് വെരിഫൈ ചെയ്യുക. ദീസ് ആർ വണ്ടർഫുൾ ടൂൾസ്, ബട്ട് ദേ ക്യാൻ ബി മിസ്റ്റേക്സ്. ഇത് അതിമനോഹരമായ സാധ്യതകളാണ് ഈ കൃത്രിമ ബുദ്ധിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിന് തെറ്റ് സംഭവിക്കാം. അത് മനസ്സിലാക്കി ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെ നമ്മൾ ഉപയോഗിച്ച് നീങ്ങിയാലേ ജീവിക്കാൻ സാധിക്കൂ. ഉദാഹരണത്തിൻ്റെ ഒരു കത്തിരി വളരെ ഉപയോഗമുള്ളൊരു ടൂളാണല്ലേ, പക്ഷേ അത് ഡേഞ്ചറസുമാണ്. സൂക്ഷിച്ചുപയോഗിക്കുക. അപ്പോൾ നമുക്ക് പഠിച്ചു മുന്നേറാം, സമയം ലാഭിച്ചു മുന്നേറാം. എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും നമസ്കാരം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമസ്കാരം.